ചരിത്രയാത്രയായിരുന്നു ശുഭാൻഷുവിന്റെ ആ ചരിത്രയാത്ര. അത് ആ ശുഭയാത്ര അതിന്റെ ശുഭ പര്യവസാനത്തിലേക്ക് നീങ്ങുകയാണ്. ഇനി ഇതിപ്പോൾ സമയം 2:52 ആയിട്ടുണ്ട്. കൃത്യം 3:01 സ്പ്ലാഷ് ഡൗൺ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് നമുക്ക് പറയാം. 18 ദിവസം നീണ്ട ദൗത്യം അതിന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോവുകയാണ്. കൃത്യം 2:57 4 പാരച്യൂട്ടുകളുണ്ട്. അതിൽ ഡ്രോഗ് പാരച്യൂട്ട് കൃത്യം 2:57, അതായത് ഭൂമിയിൽ നിന്നുള്ള അകലം, അതായത് ഏകദേശം ഒരു 5 കിലോമീറ്ററിനും 6 കിലോമീറ്ററിനും ഇടയിൽ നിൽക്കുന്ന സമയത്താണ് ഈ രണ്ട് ഡ്രോഗ് പാരച്യൂട്ടുകൾ പ്രവർത്തനക്ഷമമാവുക. അത് കഴിഞ്ഞ് വെറും 2 കിലോമീറ്റർ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രം ഉയരത്തിൽ നിൽക്കുന്ന സമയത്ത് രണ്ട് മെയിൻ പാരച്യൂട്ടുകളും പ്രവർത്തനക്ഷമമാകും. കൃത്യം 3:01 തന്നെ സ്പ്ലാഷ് ഡൗൺ ഉണ്ടാകും. അതായത് കാലിഫോർണിയൻ തീരത്ത് സാന്റിയാഗോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ശാന്തസമുദ്രത്തിലായിരിക്കും സ്പ്ലാഷ് ഡൗൺ ഉണ്ടാവുക. നമുക്കിപ്പം ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഇസ്രോയും അതോടൊപ്പം തന്നെ സ്പേസ് എക്സും ആ പേടകത്തിനകത്തു നിന്നുള്ള ദൃശ്യങ്ങൾ, അതാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ശുഭാൻഷുവിന്റെ അച്ഛനെയും അമ്മയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്, ചേച്ചിയെയും കാണാൻ കഴിയുന്നുണ്ട്. വിക്ഷേപണ സമയത്തൊക്കെ വലിയ ആശങ്കയായിരുന്നു ഇവരുടെ മുഖത്തുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അഭിമാന നിമിഷമാണ് അവരെ സംബന്ധിച്ച്, രാജ്യത്തെ സംബന്ധിച്ച്. 4 രാജ്യങ്ങൾ, ഇന്ത്യ, അമേരിക്ക, പോളണ്ട്, ഹംഗറി, 4 രാജ്യങ്ങളും ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ഓരോ വിവരങ്ങളും കാത്തിരിക്കുകയാണ്. ഈ 4 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രികരാണ് ഈ സ്പേസ് എക്സ് ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശ നിലയത്തിലേക്ക് പോയിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് ആ സ്പ്ലാഷ് ഡൗണിന് ബാക്കിയുള്ളത്. ഇവിടെ 3:01 സമയം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സമയം 3:01 സ്പ്ലാഷ് ഡൗൺ പറഞ്ഞിട്ടുള്ളത്. അത് കാലിഫോർണിയൻ സമയവുമായി താരതമ്യം ചെയ്യുമ്പോൾ അവിടെ പുലർച്ചെ 3:30 ആയിരിക്കും. ഈ സുനിത വില്യംസ് വന്നിറങ്ങിയ സമയത്ത്, സുനിത വില്യംസ് ഇറങ്ങിയിരുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലായിരുന്നു. സുനിത വില്യംസ് വന്നിറങ്ങിയ സമയത്ത് നമുക്ക് കൃത്യമായ ദൃശ്യങ്ങളൊക്കെ ലഭിച്ചിരുന്നു. ഇവിടെ തെർമൽ ഇമേജിംഗ് സംവിധാനമൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടെങ്കിലും എത്രത്തോളം കൃത്യമായ ദൃശ്യങ്ങൾ നമ്മളിലേക്ക് നമുക്ക് ലഭ്യമാകുമെന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും അകത്തു നിന്നുള്ള ദൃശ്യങ്ങൾ സ്പേസ് എക്സ് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. Some cool Pacific time. So just a couple more minutes here, and then hopefully we'll get some comms back between the core and children. You can see the speed coming down. ഇനി നമുക്ക് സ്പേസ് എക്സിന്റെ ലൈവ് സ്ട്രീമിംഗ് നോക്കുകയാണെങ്കിൽ അവർ പറയുന്ന സമയം അനുസരിച്ച് 9 മിനിറ്റ് 37, ക്ഷമിക്കണം, കൃത്യം 6 മിനിറ്റ് 59 സെക്കൻഡാണ് ഇനി ബാക്കിയുള്ളത്. 6 മിനിറ്റ് 55 സെക്കൻഡാണ് ഇനി ബാക്കിയുള്ളത് എന്ന് അവർ കാണിക്കുന്നുണ്ട്. അതിന്റെ എല്ലാ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. സ്പേസ് എക്സ് അതിന്റെ ലൈവ് സ്ട്രീമിംഗ് തരുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണുമ്പോൾ എത്ര ദൂരത്തിലാണ്, ഇനി അകലെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാലും ഇനി വേഗത കുറച്ച് വരേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2:57 പാരഷൂട്ട് തന്നെയാണ്. അത് കഴിഞ്ഞ് ഈ ഭൂമിയിലേക്ക് കടക്കുന്ന സമയത്ത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയ എന്ന് പറയുന്നത്. ഭൂമിയിലെ അതിലേക്ക് കടക്കുന്ന ആ സമയം തന്നെയാണ്. ആ സമയത്ത് വളരെ വലിയ ചൂടായിരിക്കും. ആ സമയത്ത് ബ്ലാക്ക് ഔട്ട് ആയിരിക്കും. കംപ്ലീറ്റ്ലി വാർത്താവിനിമയ സംവിധാനങ്ങളൊക്കെ ബ്ലാക്ക് ഔട്ട് ആവും. അയണൈസേഷന്റെ ഭാഗമായിട്ടായിരിക്കും ആ ബ്ലാക്ക് ഔട്ട് ഉണ്ടാവുക. അത് കഴിഞ്ഞൊരു സൂപ്പർ ബൂം എന്നുള്ളതാണ് അവർ വിശേഷിപ്പിക്കുന്നത്. അത് വി ആർ കമ്മിങ് ബാക്ക് ഹോം എന്നുള്ളൊരു സൂചനയായിട്ടാണ്, അങ്ങനെയാണ് സ്പേസ് എക്സ് അതിനെ, ആ ഒരു ശബ്ദത്തെ, ഒരു സ്ഫോടനാത്മകമായ ഒരു ശബ്ദമാണ്. എന്തായാലും ആ സമയത്തെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും. എന്തായാലും ഇപ്പോൾ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 2:57 കൂടിയായിരിക്കും. അതായത് 2:57 ഇപ്പോൾ 2:55 ആയിട്ടുണ്ട്. കൃത്യം 2:57 5.7 കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് ആദ്യഘട്ട, അതായത് 2 പാരച്യൂട്ടുകൾ പ്രവർത്തനക്ഷമമാകും. അത് കഴിഞ്ഞ് സ്പ്ലാഷ് ഡൗൺ സൈറ്റിന് ഏതാണ്ട് 2 കിലോമീറ്റർ മുകളിൽ വെച്ചാണ് പ്രധാനപ്പെട്ട മറ്റ് 2 പാരച്യൂട്ടുകളും ഓപ്പൺ ആവുക. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. പേടകത്തിനകത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. മിഷൻ പൈലറ്റായ നമ്മുടെ ശുഭാൻഷു ശുക്ലയും അതോടൊപ്പം തന്നെ മിഷൻ കമാൻഡറായ പെഗി വിൽസനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഭൂമിയിലേക്കുള്ള മടക്കയാത്രയിൽ, വിണ്ണിൽ 22.5 മണിക്കൂർ നീണ്ട മടക്കയാത്രയായിരുന്നു. ആ മടക്കയാത്ര അതിന്റെ ഏറ്റവും അവസാന സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. That splashdown. Exactly right. And those are the things that crew that you're seeing there on the left side of your screen are following along with their